രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലത്ത് ജപ്പാൻ ഓപ്പറേഷൻ ടെൻഗോ എന്നറിയപ്പെടുന്ന ഒരു ദൗത്യം ആരംഭിച്ചു. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ ജാപ്പാനീസ് യുദ്ധക്കപ്പൽ യമാറ്റോ. ദൗത്യം ആത്മഹത്യാപരമായിരുന്നു. ഒരു വശത്തേക്ക് മാത്രം സഞ്ചരിക്കാൻ ആവശ്യമുള്ള യന്ത്രവുമായി ഒക്കിനാവയിലേക്ക് കപ്പൽ കയറാനും അമേരിക്കൻ കപ്പലുകളെ നശിപ്പിക്കുന്നതുവരെ നേരിടാനും യമാറ്റോയ്ക്ക് ഉത്തരവിട്ടു. എന്നാൽ US നാവികസേന കാത്തിരിക്കുകയായിരുന്നു. നൂറുകണക്കിന് അമേരിക്കൻ വിമാനങ്ങൾ ഭീമാകാരമായ യുദ്ധക്കപ്പലിന് മുന്നിലേക്ക് ഇരച്ചെത്തി. ടോർപിഡോകൾ അതിന്റെ പുറംചട്ടയിൽ വന്നിടിച്ചു. ബോംബുകൾ ഡെക്കിലൂടെ പറന്നു. താമസിക്കാതെ യമാറ്റോ ഒരു വശത്തേക്ക് അപകടകരമായി ചരിഞ്ഞു. ചരിവ് തുടർന്നാൽ കപ്പൽ മറിഞ്ഞു വീഴും. ഉദ്യോഗസ്ഥർ ഭയാനകമായ ആ തീരുമാനമെടുത്തു. യുദ്ധക്കപ്പൽ സ്ഥിരപ്പെടുത്താൻ സ്റ്റാർബോർഡ് എഞ്ചിൻ മുറികൾ വെള്ളത്തിൽ മുക്കുക. ആ കമ്പാർട്ട്മെന്റുകളിൽ അവരുടെ സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്ന നാവികരെ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോഴേക്കും ഉത്തരവ് ലഭിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ കടൽ വെള്ളം ഇരച്ചുകയറി ഏകദേശം 300ഓളം പേർ കുടുങ്ങി തൽക്ഷണം മുങ്ങി മരിച്ചു. നിരാശാജനകമായ ആ ത്യാഗം ചരിവിന്റെ വേഗത കുറച്ചെങ്കിലും പര്യാപ്തമായിരുന്നില്ല. കൂടുതൽ ടോർപിഡോകൾ അപ്പോഴേക്കും വീണ്ടും വന്നടിച്ചിരുന്നു. ഉച്ചയ്ക്ക് ഏകദേശം 2:30 ആ യുദ്ധക്കപ്പൽ മറിഞ്ഞു. നിമിഷങ്ങൾക്ക് ശേഷം യമാറ്റോ പൊട്ടിത്തെറിച്ചു. 3000-ലധികം ക്രൂ അംഗങ്ങളിൽ 2500-ലധികം പേർ അന്ന് മരിച്ചു. നൂറുകണക്കിന് പേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ഇന്നും യമാറ്റോയുടെ അവശിഷ്ടം കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്നു.